കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന് നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു ഇന്നലെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. തിരിച്ചറിയാനാകാത്ത വിധം മൃതദേഹമാന വികൃതമാക്കിയിരുന്നു. സംഭവം നടന്ന കൂട്ടമ്പുഴയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്ന അല്ലെങ്കിൽ കാട്ടാന ആക്രമണം നടന്ന കുട്ടമ്പുഴയിലെ പ്ലാച്ചേരിയിലാണ്. ഇവിടെ എന്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്നലെ രാത്രി എൽദോസിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഇന്നലെ രാത്രി ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് അഭിമുഖമായി കാണുന്ന ആ വഴിയിലൂടെ അദ്ദേഹം നടന്നു വരികയായിരുന്നു. ആ സമയത്താണ് പൊടുന്നനെ കാട്ടാനയുടെ മുന്നിൽ അദ്ദേഹം അകപ്പെടുന്നത്. ഇപ്പോൾ ഈ തിരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പോലീസ് ഈ തിരിച്ച് കയറി വെച്ച് കെട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് ആ ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം എൽദോസ് നേരിട്ടത്. നടന്നു വരികയായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അവിടെ നിന്ന് നടന്നു വരുന്ന വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ മുമ്പിൽ പെടുന്നത്. നമുക്ക് ഈ വശത്ത് കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് കാട്ടാന ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഈ എൽദോസ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ കാട്ടാന മുമ്പോട്ട് വരികയും എൽദോസിനെ ആക്രമിക്കുകയുമായിരുന്നു. ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്ന് തന്നെ പറയാം. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിലാകെ ഉടലെടുക്കുകയും ചെയ്തു. ഏകദേശം 6 മണിക്കൂറോളം സമയമെടുത്താണ് ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത്. പ്രധാനമായും അവർ ഉന്നയിച്ച ഒരു ആരോപണം ഇത്തരത്തിൽ നിരന്തരമായ പരാതികൾ വ്യാപകമായി ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ യാതൊരുവിധ നടപടിയും എടുക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റ് ജീവനക്കാരോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വെച്ച ഒരു കാര്യം. അതിൽ വലിയ വീഴ്ച വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും. പ്രധാനമായും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അഭാവം അത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ട്രെഞ്ച് കുഴിക്കണം, അതുപോലെ തന്നെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിനൊന്നും തന്നെ കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്നുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതിന്റെ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ജനരോക്ഷമാണ് ഇന്നലെ രാത്രിയിൽ ഈ പ്രദേശത്താകെ കണ്ടതും. ഇവിടെയുള്ള ഫെൻസിംഗിന്റെ ഒക്കെ അവസ്ഥ ഏകദേശം ഈ ഒരു രീതിയിലാണ്. പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഫെൻസിംഗ് എല്ലാം തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടെ ഈ വഴിവിളക്കുകളുടെ അഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അതായത് കത്തുന്ന 1-2 ലൈറ്റുകൾ മാത്രമാണ് ഈ ഒരു റോഡിലുള്ളത്. ഈ റോഡിൽ മറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ഈ ഇരുട്ട് ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാട്ടാന ആക്രമണത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം എൽദോസ് നടന്നു വരുന്ന വഴിക്ക് ഈ വെളിച്ച സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് ആനയെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ആനയെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ആനയുടെ മുമ്പിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഇപ്പോഴും ആ ഒരു ജനകീയ രോക്ഷം അടങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ കളക്ടർ എത്തി വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടത്തിയ ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം അത് അംഗീകരിക്കാമെന്നുള്ളൊരു ഒരു ഉറപ്പിന്റെ പുറത്താണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു മാറ്റാൻ നാട്ടുകാർ സമ്മതിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഈ ഒരു വനംവകുപ്പിന് അല്ലെങ്കിൽ സർക്കാർ ഇടപെടൽ അത് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഏതായാലും ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ ഈ നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നിലവിൽ? അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആന മൃഗശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ബ്ലാവ്, ആന, അണ്ണ, പിന്നെ ഇങ്ങനെയുള്ള ഇത് കാരണം ഒരു വിധത്തിലൂടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇന്നലെ സംഭവം നടന്ന സമയത്ത് എത്തിയിരുന്നു ഇവിടെ? നടന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു അറിഞ്ഞപ്പോൾ. എങ്ങനെയാണ് ഈ റോഡിന്റെ ഒരു അവസ്ഥ? എന്താണ് വെളിച്ച സംവിധാനത്തിന്റെ അഭാവം ഉണ്ട്? ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വെള്ളം. മുമ്പ് ഇതുപോലെ മേഖലയിൽ കാട്ടാനാക്രമണം ഉണ്ടായിട്ടില്ലേ ഈ പ്രദേശത്ത്? നിങ്ങൾ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം വേണമെന്നാണ്? എല്ലാം പറയാറുള്ള, പക്ഷേ ചെയ്യാമെന്ന് പറയും എന്നും പറഞ്ഞിട്ട് അവര് ബാക്കി കാര്യങ്ങൾ നടത്തി. ഇന്നലെ 8 മണി 8:15 നടന്ന സംഭവമായി. ബോഡി എടുക്കാൻ ആംബുലൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ച് കളക്ടർ വരെ വരണോ. കളക്ടർ, DFO, റേഞ്ച് ഓഫീസർ, MLA മാർ, 2 MLA മാർ, മാത്യു വെള്ളനാടൻ ഉൾപ്പെടെ ഇവിടെ വരണോ.
അതിനുശേഷമാണ് ഈ ബോഡി എടുക്കാൻ സംബന്ധിച്ചത്. അതുപോലെ ജനരോഷാർ ഈ എൽദോസിനെ പരിചയമുണ്ട്. എൽദോസിന്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ അതുങ്ങൾ തീരെ പാവങ്ങളാണ്. ഒരു 5 സെന്റ് സ്ഥലം ഒരു വയസ്സ് ചെന്നാൽ അപ്പോഴും അവരെ കൊണ്ടൊന്നും ജീവിക്കാം, കൂലിപ്പണി എടുത്ത് പോലും ജീവിക്കാൻ പറ്റും. അത്രയും ഇവനാ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പിന്നെ ഈ പെൻഷനുമൊക്കെ കിട്ടിയാൽ അതുങ്ങൾ കാര്യമില്ല. അപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ മറ്റു തരത്തിലുണ്ടാകണമെന്നൊരു ആവശ്യമുണ്ടോ? അതായത് ഫെൻസിംഗ് ഉൾപ്പെടെ. ഇന്നലെ പറഞ്ഞാൽ അതിനെ ഉറപ്പ് തന്നെ പിന്നെയാണല്ലോ ബോഡി എടുപ്പിച്ചത്. എൽദോസിന്റെ മൃതദേഹം ആദ്യം കാണുന്നത് എൽദോസിന്റെ സമീപത്ത് സമീപവാസി കൂടിയായിട്ടുള്ള മനീഷാണ് ഇപ്പോൾ ജനൻ ടിവിയോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ ഒരു കാഴ്ച ആദ്യം കാണുന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമായിരുന്നു. വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഓട്ടോറിക്ഷ കൊണ്ടാണ് കൊണ്ടുവിട്ടിട്ട് റിട്ടേൺ സാധനങ്ങൾ എടുക്കാൻ കടയിൽ നിന്ന് എടുക്കാൻ മറന്നു. റിട്ടേൺ വന്നപ്പോഴാണ് ബോഡി ഇങ്ങനെ റോഡ് സൈഡിൽ അരിയിൽ കിടക്കണ കാണുന്നത്. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ആ സമയത്ത് പേടി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരും ഇല്ലായിരുന്നു, പെട്രോൾ വിളിച്ചില്ല. അങ്ങനെ അപ്പോഴാണ് ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ വണ്ടി വെച്ച് അവിടെ നിന്നപ്പോഴാണ് ഓട്ടോക്കാർ വന്നപ്പോൾ ഓട്ടോക്കാരെ പിടിച്ചിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞു ഇന്നപോലെ ഒരു ബോഡി കിടക്കുന്നുണ്ട്, അങ്ങനെ വീട് വെച്ചാണെന്ന് ആളെ അറിയില്ല എന്ന് പറഞ്ഞു തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കുക. ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു കാണുമ്പോൾ ഉണ്ടായിരുന്നു? ആളെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്, തട്ടി കളിച്ചിട്ടുണ്ട്. ആളെ ശരിക്കും ചവിട്ടി വലിച്ച് ഒന്നുമില്ല. ആളെ ചെറുതായി മടക്കി വെച്ച പോലെ ഫീലായിരുന്നു. ഒന്നും അടുത്ത് പോലും ചെല്ലാൻ പറ്റില്ലായിരുന്നു. അതേപോലെയാണ് വയറിലെ പണ്ടും കൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു മൊത്തം. ഒന്നും ചെയ്യാനുള്ള അവസ്ഥയില്ല. ആ സമയത്ത് ഭയം തോന്നി? ആന ഉണ്ടായിരുന്ന ഭയം ഉണ്ടായിരുന്നോ ഉള്ളില്? അപ്പോഴാണ് ആനയുടെ ആ ഒരു ഫീല് മനസ്സിലായത്. ആന അതേപോലെയൊക്കെ ആക്രമിക്കുന്നു ഇപ്പോഴാണ്. ഞാൻ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇതറിയുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ആന ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഉപദ്രവമൊന്നും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇതല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. എപ്പോഴും ഒരു പീഡിപ്പിക്കുന്ന ഓർമ്മയായിരിക്കുമല്ലോ? യെസ്, തീർച്ചയായിട്ടും. ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് തന്നെ. അത് ഇതൊരു രാത്രി ടൈമിൽ ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാവുന്നു. ആ സമയത്ത് ചെറിയൊരു പേടിയുണ്ട് ഇപ്പോഴും. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് ആളെ കിടക്കണ കണ്ടിട്ട് തന്നെ അതാണ്. കാട്ടാന ചവിട്ടിയ എൽദോസിന്റെ ആ ഒരു മൃതദേഹം ആദ്യം കണ്ടതിന്റെയും ആ ഒരു ഭയം ഇപ്പോഴും മനീഷിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയപ്പാട് ഒരിക്കലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അതിന്റെ എൽദോസിന്റെ ഓർമ്മകൾ മനസ്സിൽ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് മനീഷ് പറയുന്നത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.